ഹലോ, ദേവോസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാണ് കേട്ടോ. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നിറഞ്ഞ ഒരു നല്ലൊരു ദിവസത്തിലേക്കാണ് ഇപ്പം ഈ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാർ കൊണ്ട് ഇതുവരെ നമ്മളൊരു ദൂരയാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ റെഡി ആയിട്ടോ. മനസ്സിൽ മുഴുവൻ സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഈ നിമിഷം ഒരു പുതിയ അനുഭവത്തിൻ്റെ തുടക്കമാണ്. ഇന്നത്തെ യാത്രയിൽ എന്തൊക്കെ കാണാം, എങ്ങനെ ഇരിക്കും എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസവും സന്തോഷവും. നമ്മുടെ ദേവുമോളാണെ നല്ല ശാന്തമായിട്ടുള്ള ഉറക്കമാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ഒരുപാട് ദൂരെയൊന്നും ഇവർ യാത്ര ചെയ്തിട്ടില്ല. നന്ദുമോളാണെ നല്ല ക്ഷീണത്തിലുമാണ്. എന്താണേലും രണ്ടു പേരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്താണേലും നമുക്കത് വലിയൊരു സന്തോഷം നിറഞ്ഞൊരു യാത്ര തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് ദൂരയാത്രകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് നാളായി നമ്മൾ ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ പോക്ക് ഇതുവരെയും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ബസ്സിനൊക്കെ പോകുമ്പോൾ മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒരു വണ്ടിയായി പോകാമെന്ന് തീരുമാനിച്ചുള്ള ഒരു യാത്ര കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ പോയത് ഉച്ച കഴിഞ്ഞായതിനാൽ തന്നെ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പുരാതന ശിവക്ഷേത്രമാണ് കേട്ടോ. ഒരു വടക്കൻ കാശി എന്ന പേരിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ശിവഭഗവാനാണ് കേട്ടോ പ്രധാന ദേവനായിട്ട് അവിടെ ആരാധിക്കുന്നത്. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പുണ്യമായ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല പ്രകൃതിയോട് ചേർന്നുള്ള പ്രത്യേക തരം അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നൊക്കെ അറിയപ്പെടുന്ന വലിയൊരു അമ്പലമാണ് കേട്ടോ. അപ്പം അത് ഭയങ്കര ഒരു വൈബാണ് അവിടെ പോയാൽ തന്നെ. പക്ഷേ നമുക്ക് എന്തോ ആ സമയത്ത് അവിടെ കയറാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞായതിനാൽ നമുക്ക് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ പോയത് പറശ്ശിനിക്കടവിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നന്ദുമോൾക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദൂരയാത്ര നമുക്കധികം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് നന്ദുമോൾക്ക് ഭയങ്കര വിശപ്പ്. എവിടേക്ക് ഇറങ്ങിയാലും നന്ദുമോൾക്ക് ഫസ്റ്റ് വിശപ്പ് മുഖ്യമാണ് കേട്ടോ ബിഗിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊറോട്ടയും ചായയും ഒക്കെ കഴിച്ച് അങ്ങനെ വീണ്ടും നമ്മുടെ പറശ്ശിനിക്കടവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ സ്വീകരണം ഉണ്ട് കേട്ടോ. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദർശനം ചെയ്യാം. അതാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. ആ കാറ്റും വെള്ളത്തിൻ്റെ ശബ്ദവും എല്ലാം ചേർന്നിട്ടൊരു ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. ഏവർക്കും ഇഷ്ടപ്പെടുന്ന ആർക്കാണേലും വന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ ലഭിക്കുന്നൊരു പ്രസാദമുണ്ട്. ഒരു ചായയും ഒപ്പം നമുക്ക് ഒന്നെങ്കിൽ കടല അല്ലെങ്കിൽ പുഴുക്ക്, അതൊക്കെ ഭയങ്കരം തന്നെയാണ് കേട്ടോ. അത് കിട്ടുമ്പോഴുള്ളൊരു അനുഭവം അതൊരു പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ വന്ന ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആ ഒരു തിരക്കിൻ്റെ ഇടയിലും നമുക്കത് തൊഴുവാനും അതുപോലെ നല്ല രീതിയിൽ വന്ന ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ റൂം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ ഇടുന്നതാണ്. ഒരുപാട് ലെങ്ത് ആവാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ട യാതൊരു കാര്യമില്ലല്ലോ അല്ലേ. പട്ടികളാണ് കേട്ടോ അവിടുത്തെ നമ്മുടെ മുത്തപ്പൻ്റെ. എത്രയോ പട്ടികൾ അതിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനെയും ആരും ഉപദ്രവിക്കുകയില്ല. അതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കില്ല കേട്ടോ. അതൊരു പ്രത്യേകത തരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം പോയതുകൊണ്ട് അളിയനും കൂടെ ഞങ്ങളെ വിളിച്ച് ഓടുവാണ്. ആ ഒരു സമയത്തെ ആ ഒരു തെയ്യവും വെള്ളാട്ടവും കാണാൻ വേണ്ടിയിട്ട് അതൊരു ഭയങ്കരം തന്നെ ഫീൽ. അത് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ശാന്തത എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ് കേട്ടോ. അങ്ങനെ
അങ്ങനെ നമ്മൾ മുത്തപ്പസ്വാമിയുടെ ദർശനമൊക്കെ കഴിഞ്ഞ് മനസ്സിന് നല്ലൊരു സമാധാനമായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. നമ്മൾക്ക് എന്തോ എല്ലാ പ്രശ്നങ്ങളും കുറച്ച് നേരത്തേക്ക് മറന്നു പോകുന്ന ഒരു ഫീല് അവിടെ ചെല്ലുമ്പോൾ. ഇവിടെ ശരിക്കും ജാതി മത വ്യത്യാസം ഒന്നുമില്ല കേട്ടോ, എല്ലാവരും ദർശനത്തിന് വന്ന് നിൽക്കുന്നുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ. പിന്നെ ആ ഒരു എന്താ പറയുക, പുഴ, മുന്നിൽ തന്നെയുള്ള ആ ഒരു പുഴ, അതൊക്കെ ഒരു ഭയങ്കര ശാന്തതയാണ് കേട്ടോ. കഴിഞ്ഞ് ഊട്ടുപുരയിലേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ ദർശനത്തിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ രാത്രി മാത്രമേ ആ ഒരു അന്നദാനം ഉള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേക ലളിതമായൊരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുപോലെ കിടന്ന്, ഒരു ഹാളാണ് അവിടെ, ഒരുപോലെ കിടന്നുറങ്ങുക, ഒരു വീട്ടിലുള്ള ആ ഒരു ഫീല് പോലെ തന്നെയാണ് കേട്ടോ അവിടെ. അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ കിട്ടുന്നത് നമുക്ക് ചായയും പുഴുക്കും ഒക്കെയാണ് കേട്ടോ. സാധാരണ ഭക്ഷണങ്ങൾ പോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേക രുചിയുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷവും മനസ്സിലുണ്ടാവും കേട്ടോ. ആ യാത്രയുടെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു അനുഭവത്തിൽ വരില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ആ ഒരു തൊഴുകലും ദർശനവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചൊന്ന് അവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പോക്കാണ് കേട്ടോ ഇത്. അവിടെയാണ് ചെറിയ ചെറിയ കടകളും നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. അവിടെ എന്ന് വെച്ചാൽ നാടൻ സ്നാക്സുകൾ, കളിപ്പാട്ടങ്ങൾ, പൂജാ സാധനങ്ങൾ, വെള്ളം, ജ്യൂസ്, അതുപോലെ തന്നെ കൃഷ്ണ വിഗ്രഹങ്ങൾ. എന്ത് രസമാണെന്നറിയാം അതൊന്ന് കാണാനായിട്ട് തന്നെ. നമുക്ക് എല്ലാം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാമെന്നുള്ളൊരു തോന്നലൊക്കെ വരും കേട്ടോ. ഒരുപാട് കമ്മലുകളൊക്കെ, എൻ്റെയൊക്കെ ഏറ്റവും വലിയ ക്രേസായൊരു സംഭവമാണ് കമ്മലുകളൊക്കെ കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും മയിൽപ്പീലിയും എല്ലാം അടിപൊളി കാഴ്ചകളായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും പുതുമയുള്ള കാഴ്ചകളുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ ശരിക്കും അവസാനിക്കുകയാണ് കേട്ടോ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സന്ദർശനമൊക്കെ അടിപൊളിയായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ആ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും ഫോട്ടോസൊക്കെ കണ്ട് കൊതി തീരൂല നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ആ ഊട്ടുപുരയിലുള്ള ഭക്ഷണം, പുഴയിലെ കാഴ്ചകൾ, ഷോപ്പിംഗ് എല്ലാം കൂടെ ശരിക്കും ഒരു ഫാമിലി ട്രിപ്പ് അതൊരു അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. നമ്മൾ നാളെ രാവിലെ, അതുപോലെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ തൊഴാനായിട്ട് വരും. അവിടെ ഒരു റൂം എടുത്ത് കൂടുകയാണ് നമ്മളവിടെ. അപ്പോൾ റൂം എടുത്ത് നമുക്ക് അവിടെ ഒന്നും റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റൂം ഒരുപാട് ദൂരം നമുക്ക് പിന്നെയും പോകേണ്ടി വന്നു. അവിടെയുള്ള എല്ലാ റൂമുകളും ഫുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ദൂരത്തേക്ക് പോയിട്ടാണ്, നമ്മളൊരു 10-15 കിലോമീറ്ററോളം അപ്പുറത്തേക്ക് ചെന്നിട്ടാണ് കേട്ടോ ഒരു റൂം നമുക്ക് കിട്ടിയത് തന്നെ. പിന്നീട് നമുക്ക് രാവിലെ കുളിച്ചൊരുങ്ങി വരിക എന്ന് പറയുന്നത് അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം വരുന്ന ഒരു വീഡിയോയും അതുപോലെ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചൊരു വീഡിയോ ആണ് പിന്നീടത്തെ ഉണ്ടായത്. ആ ഒരു വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മനോഹരമായ യാത്രയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.